ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ തിര ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാക്ക് A4C സ്വിങ് മെഷീൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇപ്പം ഞാൻ ഈ മെഷീൻ വാങ്ങിയിട്ട് ഒരു 1 മന്ത് ആവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ത്രെഡ് ട്രിമ്മിങ്ങും ഓട്ടോമാറ്റിക് പ്രഷർ ഫുഡ് ലിഫ്റ്റിങ്ങും പിന്നെ ഓട്ടോമാറ്റിക് ബാക്ക് ടാക്കിങ്ങും ആണ്. പിന്നെ വരുന്ന ഫീച്ചറാണ് നമ്മുടെ ഫാബ്രിക്സിൻ്റെ തിക്നെസ് അനുസരിച്ച് അല്ലെങ്കിൽ തിക്നെസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൻ്റെ സെറ്റിങ്സ് മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആക്കും. നമുക്ക് ഹെവി ഫാബ്രിക്സ് തൊട്ട് ലൈറ്റ് ഫാബ്രിക്സ് വരെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ ഞാൻ വാങ്ങിയത് തിരുനെൽവേലിയിൽ ഗ്രേസ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അവിടെ നിന്ന് എനിക്കിതൊരു 33,000-നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 1,000 റുപ്പീസ് സെറ്റ് ചെയ്യാൻ വന്ന ആൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ആയത് 34,000 ആണ്. ഇനി നമുക്കിതിലെ ഓരോ സെറ്റിങ്സ് ആയിട്ട് നോക്കാം. ഇതിലിപ്പോൾ ഈ സ്ക്രീൻ കാണിക്കുന്നില്ല, ഇതിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം വരുന്നത്. ഈ 3.0 എന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ആണ്. സ്റ്റിച്ച് തമ്മിൽ എത്ര ലെങ്ത് വേണമെന്നുള്ളതാണ് ഈ 3.0 എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഈ പ്ലസും മൈനസും ബട്ടൺ യൂസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. പ്ലസ് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനും മൈനസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കുറയ്ക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പീന്ന് കണ്ടില്ലേ, ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ ലെങ്ത് സെറ്റായി കഴിയും. പിന്നെ ഇതിൻ്റെ മാക്സിമം സ്റ്റിച്ച് ലെങ്ത് വരുന്നത് 5 mm ആണ്. ഇനി അടുത്ത ഓപ്ഷൻ വന്നത് ഈ AB എന്നും CD എന്നും പറഞ്ഞ് നമ്മൾ 2 ബട്ടൺ കണ്ടു. AB എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് വരുന്ന നോട്ടും, ഫസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിടാൻ ഉള്ള നോട്ടും, CD എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിലെ എൻഡ് നോട്ടുമാണ്. അപ്പോൾ ഇതിൽ ഈ 4 നമ്മൾ കണ്ടില്ലേ, 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോട്ട് വീഴാൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എണ്ണം നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ എണ്ണ ഒരു 3 എന്നുള്ളത് 4 എത്രയാണെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ബട്ടണിൽ ലെഫ്റ്റുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. നമുക്ക് ഏത് സ്റ്റിച്ചാണോ മാറ്റേണ്ടത് അവിടെ നമ്മൾ അതിൽ എത്തുന്നവരെ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ എയിൻ്റെ നമ്പർ ഓഫ് സ്റ്റിച്ച് എന്ന് പറഞ്ഞത് 4 ആക്കി. ഇനി എനിക്ക് 4 വേണ്ട, 3 തന്നെ മതിയെങ്കിൽ ഈ മൈനസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചസിൻ്റെ എണ്ണം വന്നിട്ട് 3 തന്നെ ആവും. ഇത് പ്രസ് ചെയ്ത ശേഷം നമ്മൾ ഈ P എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ആ ബട്ടണിൽ പ്രസ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ഈ സെറ്റിങ്സ് സെറ്റാകും. 3 സ്റ്റിച്ചസ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്തായാലും ഈ നോട്ട് വീഴുന്നത്. അടുത്ത് കാണുന്നതാണ് ഈ സിസറിൻ്റെ ബട്ടൺ. ഇത് നമുക്ക് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ത്രെഡ് ട്രിമ്മിങ്ങിനെയാണ് കാണിക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തിടാം. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് ഓഫ് ആകും. ഓണെന്ന് കാണിക്കുന്ന സിമ്പലാണ് ഈ സിസർ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. പിന്നെ നമുക്കിതിൽ ഓട്ടോ ലിഫ്റ്റിങ്ങിൻ്റെയും ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ പ്ലസ് മൈനസ്, ഇത് നമ്മുടെ മെഷീൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ മെഷീൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ P എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ആ സെറ്റിങ്സ് സെറ്റ് ആവും. ഇനി നമുക്ക് സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മൈനസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സ്പീഡ് സെലക്ട് ചെയ്തതിന് ശേഷം P ബട്ടൺ വീണ്ടും പ്രസ് ചെയ്ത ശേഷം നമുക്കത് സെറ്റ് ചെയ്യാം. ഈ മെഷീൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 5000 SPM ആണ്. അതായത് 5000 സ്റ്റിച്ചസ് പെർ മിനിറ്റ് ആണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാനൊരു 3000 വരെ സെറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ വീണ്ടും 1900 വരെ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്ത് വരുന്ന ഈ 3 സ്വിച്ചസ് ആണ്. ഇതിൽ ആദ്യം കാണുന്ന സ്വിച്ചാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെന്ത് ഹാഫ് ആക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 mm സ്റ്റിച്ച് ലെന്ത് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി, ഇപ്പം എനിക്ക് എവിടെയെങ്കിലും അതിൻ്റെ പകുതി മതിയെങ്കിൽ 5 mm എന്നുള്ളത് 2.5 mm ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലോ സ്പീഡിൻ്റെ സ്വിച്ചാണ്. നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന സ്വിച്ച്, ആ താഴത്തെ സ്വിച്ചാണ് നമ്മുടെ റിവേഴ്സിൻ്റെ സ്വിച്ച്. സാധാരണ മെഷീനിൽ നമ്മുടെ റൈറ്റ് സൈഡായിട്ടാണ് ഒരു പെഡലായിട്ട് കാണുന്നത്. ഇതിൽ ഈ സ്വിച്ചാണ് നമ്മളെ റിവേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നത് നമ്മുടെ ലൈറ്റ് LED ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്.
അതായത് ആ 3 സ്വിച്ചിൻ്റെ ബാക്കിലായിട്ടിരിക്കുന്ന സ്വിച്ച്, ഈ സ്വിച്ചാണ് നമ്മൾ LED ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് വന്നിട്ട് ഡിമ്മാവും. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ വീണ്ടും ഒന്നുകൂടെ ഡിമ്മാകും. 3 പ്രാവശ്യം നമുക്ക് ഇതിനെ പ്രസ് ചെയ്യാൻ പറ്റും. 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് കംപ്ലീറ്റ്ലി ഓഫാകും. ഇനി നമുക്കിത് ഓൺ ആക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീഡിയോയിൽ കാണുന്ന പോലെ. ഇനി അടുത്ത് നമ്മുടെ ഈ മെഷീൻ്റെ ഓയിൽ ടാങ്ക് വരുന്നത് ഈ മെഷീൻ്റെ അടിയിലായിട്ടാണ്. പിന്നെ നമ്മൾ സാധാരണ നമ്മളെ ഈ ജാക്കിൻ്റെ പവർ മെഷീനിൽ വരുമ്പോൾ ഈ താഴത്തെ ഭാഗത്തായിട്ട് നമ്മൾ നീ ലിഫ്റ്റിംഗ് അല്ല, പ്രഷർ ഫുട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ മെഷീനിൽ നമുക്കതില്ല. ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് വരുന്നത് നമ്മളെ പെഡലിൽ തന്നെയാണ് അതിൻ്റെ കൺട്രോളും വരുന്നത്. ഈ പെഡലായിട്ടാണ് നമ്മുടെ പ്രഷർ ഫുട്ട് ലിഫ്റ്റ് ചെയ്യേണ്ടതും നമ്മളെന്താണ് ഓട്ടോമാറ്റിക് ട്രിമ്മറിൻ്റെ ത്രെഡ് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രഷർ ഫുട്ടർ ഒരു പ്രാവശ്യം ഒന്ന് ബാക്കിലോട്ട് ആക്കി കൊടുത്താൽ നമ്മുടെ പ്രഷർ ഫുട്ടർ ലിഫ്റ്റ് അപ്പാകും. അത് നമ്മൾ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ ഫുട്ടർ വന്നിട്ട് പഴയ സ്ഥാനത്ത് തന്നെ വരും. ഇനി നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ മെഷീൻ്റെ അടിഭാഗമാണ്, നമ്മൾ ഓയിൽ ഒഴിക്കുന്ന ഭാഗമാണ്. ഇവിടെ നമ്മുടെ ഓയിൽ ഈ ഹൈ എന്ന് പറഞ്ഞ പോയിന്റ് വരെയാണ് വേണ്ടത്. ഹൈ എന്ന് പറഞ്ഞ പോയിന്റ് വരെ നമ്മൾ ഈ ഓയിൽ ഒഴിച്ചാൽ മതിയാകും. ഒരിക്കലും ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ ഒരു 45 days ആണ് അവർ മെഷീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ മെഷീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഇതാ ഈ കാണുന്ന സാധനം പൊക്കിയാൽ മതി. ഇത് പൊക്കി കഴിഞ്ഞ ശേഷം നമ്മളൊരു കപ്പോ ബക്കറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ ഓയിൽ കളക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മെഷീൻ്റെ അടിയിലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബോബിൻ കേസും ബോബിനും ഒക്കെ വരുന്നത്. ഇനി ഈ കാണുന്ന ലിവർ ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രഷർ ഫുഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനെ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ ലിവർ യൂസ് ചെയ്തിട്ട് നമ്മളെ പ്രഷർ ഫുഡർ അപ്പ് ചെയ്യാനും ഡൗൺ ആക്കാനും പറ്റും. ഈ ലിവർ നമ്മൾ മുകളിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ പ്രഷർ ഫുഡർ അപ്പാകും, അത് താഴേക്കാക്കുമ്പോൾ നമ്മുടെ പ്രഷർ ഫുഡർ ഡൗൺ ആയിട്ട് വരും. ഇനി ഈ മെഷീനിൽ നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ മെഷീനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.